അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ലുബൂസ് ലക്കി വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 ക്രേപ്പ് പേപ്പറാണ്, റോസ് കളറും റെഡ് കളറും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറേ മുന്നുള്ളൊരു കളക്ഷനാണ്. പേപ്പർ കളക്ഷനിൽ വന്നിട്ടുള്ളൊരു പഴയ ഒരു കളക്ഷനാണ്. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തോന്നി. വളരെ ഈസിയാണ്. ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പഴയ പേപ്പറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡാമേജും കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല, അതൊന്നും നമ്മുടെ ഫ്ലവറിനെ ബാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ഒരു ഷേപ്പ്. നമുക്ക് നമ്മുടെ വള അല്ലെങ്കിൽ റൗണ്ട് എന്താണോ നിങ്ങളുടെ കൈമേലുള്ളത് അതെടുത്താൽ മതി. ഞാൻ എൻ്റെ കൈമേലുള്ളൊരു സർക്കിൾ എടുത്തതാണ്. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡ് സർക്കിളാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി അതും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഫെവിക്കോൾ ഗമ്മോ സാധാ ഗമ്മോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കത്രിക ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഈർക്കിൾ, നമ്മുടെ ഓലൻ്റെ ഈർക്കിളില്ലേ, അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഈ ക്രേപ്പ് പേപ്പറിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ പേപ്പർ ഒരേപോലെ മടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരേപോലെ മടക്കിയിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് റൗണ്ട്സ് കിട്ടും. കുറേ ടൈമൊന്നും എടുക്കില്ല. ഞാൻ ആ വീഡിയോ കട്ടായിപ്പോയി, അതാണ് കേട്ടോ കാണിക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു റൗണ്ട് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഈർക്കിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ലെയർ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. അത് വളരെ ഈസിയാണ്, ഏത് കുട്ടികൾക്കും ആണെങ്കിലും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയറിൻ്റെ ബാക്കിലായിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ചുരുട്ടിയെടുക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി താഴെ വീഡിയോ പോലെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ തേർഡ് ലെയറും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഉന്തിയിട്ട് വെക്കാം. നമ്മളവിടെ ഉന്തിയിട്ട് പറഞ്ഞാൽ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കാക്കിയിട്ട് വെക്കണം. അങ്ങനെ ഇതെല്ലാം റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു പൂവ് തന്നെ കിട്ടും. അതായത് നമ്മുടെ ഈ റോസ് പൂവാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ വരും. അങ്ങനെ നമുക്ക് ഞാനൊരു 8 ലെയർ വെച്ചിട്ടാണ് ഒരു പൂവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. കൂടുതൽ നമ്മൾ തലപോയിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ലൂസ് ചെയ്ത് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റോസ് പൂവായിട്ട് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ഷോക്കേസിൽ വെക്കുന്ന ഫോട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരണ്ടേ. അപ്പോൾ ഇതാ നമ്മുടെ പൂവ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലീഫ് റോൾ ഉണ്ടല്ലേ, ലീഫ് റോൾ എടുത്തിട്ട് അവിടെ ടൈറ്റായിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. ഇത് നമ്മൾ പശ വെച്ച് ജസ്റ്റ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക. ഞാൻ അങ്ങനെ ഒട്ടിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ലീഫ് റോൾ വെച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഈർക്കിൽ ഭാഗം കാണുന്ന ആ ഒരു ഭാഗം കൂടി ലീഫ് റോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേ റോസ് കളറും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാട്ടിത്തരാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ. അപ്പം നമുക്ക് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഷോക്കേസ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനത്തെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനും പറ്റും. നിങ്ങൾ എൻ്റെ താഴെയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോയും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി മനസ്സിലാകും.
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും.